गङ्गातरङ्गरमणीयजटाकलापम् गौरी निरन्तरविभूषितवामभागम् नारायणप्रियमनङ्गमदापहारम् वाराणसीपुरपतिं भज विश्वनाथम् वाचामगोचरमनेकगुणस्वरूपम् वागीश विष्णुसुरसेवितपादपीठम् भावेन विग्रहवरेण कलत्रवन्तम् वाराणसीपुरपतिं भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् भूताधिपं भुजगभूषणभूषितां the world moves from gods of retribution to gods who are inclusive, who include not only human beings but every creature. This is what Yogeshwara means, this is what Vishwanath means. That means everybody, everything that is animate and inanimate is included. Nobody is for, nobody is against. This is what we need for the future of this world, because whether you understand or you don't understand, you understand this much. The way humanity is empowered today, if we are not inclusive, we are heading for a serious disaster. Serious disaster. We are already beginning to discuss when to start World War III. We're talking about it right now. Hello? Yes. That's where we are. Because without a profound sense of inclusiveness within human beings, this empowerment is going to be a serious disaster. So, it's great that at this time, many of you from various nationalities are here. Please, this is important. This is not about promoting a particular philosophy or an ideology. This is about seeing all life as one. So this is Vishwanath Ji too, this is Pashupati Nath, this is Yoga or Yogeshwara, because it is all about union and inclusiveness. This has to become the future of the world, otherwise there will be a very bad future. That's where we are. Kashi means a tower of light, so you don't come here to see and admire a tower of light, you come here to aspire to become a tower of light. That's what it's about. Wow. Let's make it happen. Nagatmakam sakala nishkalam atmarupam നമ്മളിതാ കാശിയിലാണുള്ളത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ സ്ഥിരമാണ്, ഒന്നും വിചാരിക്കരുത്. വണ്ടികൾ ചീറിപ്പാഞ്ഞ് വരും, മനുഷ്യരും നമ്മൾ വെട്ടിച്ചെടുത്തുകൊണ്ട് പോകണം. ഇവിടെ കുറേ പഴയ ബിൽഡിങ്ങും കാണാം, പുതിയ ബിൽഡിങ്ങും കാണാം. വലിയൊരു ടൗണ് തന്നെ കേട്ടോ ഒരു ഭാഗം കാശിയുടെ. കാക്കയല്ലേ പോയത്. കാശിയുടെ ഒരു ഭാഗം വലിയൊരു ടൗണാണ്. കുറേ ഭാഗമൊക്കെ ഒരുപാട് പഴയ ക്ഷേത്രങ്ങൾ കാണാം, ഒരുപാട്. നമ്മൾ കാശി വിശ്വനാഥിൻ്റെ അടുത്ത് കൂടെയാണ് ഇപ്പോൾ പോവുക. ഞാൻ രാവിലെ അവിടെ പോയി, പക്ഷേ ആ ഭാഗത്ത് ക്യാമറ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. കാശിയിൽ 3-4 ദിവസം ഉണ്ട്, അപ്പം 1-2 സ്ഥലങ്ങളൊക്കെ പോവും. അതിൻ്റെ ഫോട്ടോയും വീഡിയോ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പം വന്നത് അസ്സിഘട്ട് എന്ന് പറയും. ഓക്കെ, അസ്സിഘട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതല്ലേ ഇവിടെ ഫുള്ള് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ ഒരു പൂരമാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, പൊതുവെ നോർത്തിലൊക്കെ ഒന്നും പറയണ്ട, റോഡുകളിൽ നിറയെ ഇതാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചീറിപ്പാഞ്ഞ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല റഷുള്ള സ്ഥലം കേട്ടോ കാശി.
വിചാരിച്ച പോലെ സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഗംഗയുടെ തീരത്തെവിടെയും പോയി തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയാൽ പോയി ബഹളവും തിരക്കും, നല്ല തിരക്കാണ്. ഇലക്ട്രിക് സൈക്കിൾ, സാധാ സൈക്കിൾ, ചവിട്ടുന്ന സൈക്കിൾ. ഇത് കൂടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് മനസ്സിൻ്റെ സമനില തെറ്റാതിരിക്കുന്ന ഭാഗ്യം. അമ്മാതിരിയാണ് നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ ഡ്രൈവിങ്. ഇതല്ല ആൾക്കാർ റോഡ് സൈഡിൽ ക്യൂ നിൽക്കുന്നത്. ഇതവിടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ക്യൂ ആട്ടോ. ഞാൻ രാവിലെ നേരത്തെ ഞാൻ വന്നു, ഒരു 6:45 ആ സമയത്ത് വന്നു. അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അരമണിക്കൂർ കൊണ്ട് കയറാൻ പറ്റി. ഇവിടെ നോക്ക്, ഉച്ച സമയത്ത് പുറത്തേക്കാണ് ക്യൂ. റോഡ് സൈഡിൽ ഈ കാണുന്നതാണ് കാശി വിശ്വനാഥൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യം. ഇതല്ല ക്യൂ. ഉള്ളിലേക്ക് അമ്പലം ഫുൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പം വിശ്വനാഥ് കോറിഡോറൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫുൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതല്ലേ ഗേറ്റ് 4 ആണിത്, ഫ്രണ്ട് എൻട്രി. ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. ഫുൾ സെക്യൂരിറ്റി കേട്ടോ ഇവിടെ. അവിടെയും ഇവിടെ എല്ലാം കാണാം. ഇതാണ് അവസ്ഥ. നമ്മളുള്ളത് താജ് ഗൈഞ്ചസ്, വാരണാസിയിലെ താജിലാണ്. നാരായണ പ്രിയമനംഗമദാപഹാരം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം വാചാമഗോചരമനേക ഗുണസ്വരൂപം വാഗീശ വിഷ്ണു. ഉള്ളത് ഗംഗയിലെ വാരണാസിയിലെ അസ്സി ഘട്ടിലാണുള്ളത്. കാണാം അവിടെ കാശി വിശ്വനാഥൻ്റെ അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് കാര്യമായിട്ടുള്ള ഗംഗാ ആരതി നടക്കുക. നമ്മളത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് അസ്സി ഘട്ട്. വാരണാസിയിൽ ഞാൻ ബോട്ടിങ് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, വെള്ളം ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ട് അവർ ബോട്ടിംഗ് എല്ലാം നിർത്തിയത്ര എല്ലാ ഘാട്ടിലും. ഇവിടെ ഒരുപാട് ഘാട്ടുണ്ട്. ഘാട്ടെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ബോട്ടിംഗ് ഇല്ല, അതുകൊണ്ട് ബോട്ടിംഗ് ക്യാൻസൽ. നമുക്ക് ഇവിടെ നിന്നിട്ട് ഗംഗാരതി കാണാം. ഞാൻ ബോട്ടിൽ നിന്ന് കാണാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. They call it a flood, I call it full-on Ganga. And in Kashi, it's fantastic to see all the developments that have happened. The officers who worked on it are all here. And all the Shiva loonies are also here. If you get too logical in your head, you'll get constipated. Life will get constipated. You need little madness in your heart. For that, no better fuel than Shiva to set your heart on fire. Here we are in Kashi, the Tower of Light. The aspiration is not to just worship, the aspiration is to become a tower of light, each one of us. Yes. Wonderful, let's make it happen. भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं मंत्र बोलो ना।
सदापूर्णे शंकर प्राणवल्लभे ज्ञानवैराग्य तीर्थार्थं शिक्षां देहि च पार्वती माता च पार्वती देवी पिता देवो महेश्वरा बान्धवाक्त शिवभक्ताश्च स्वदेशो भुवनेत्रवं नमः पार्वती गौरी निरन्तर विभूषित वामभागम् ഇതല്ലേ നമ്മളുള്ളത് ഗംഗാതീരത്താണ്. ഇവിടെ ഈ ബെഞ്ചൊക്കെ കണ്ടോ, വെള്ളം കൊണ്ട് മുങ്ങിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഗംഗാരതി നടക്കുക. നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയത്. പോലീസ് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയുമോ എന്നറിയില്ല. ഏതായാലും ഒരു മതിലിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. അസി ഘാട്ട് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് അവർ കയറി നിന്നിട്ട് ആരതി നടത്തുക. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നത് കാണാം. ഇവിടെ ഇപ്പം 3 പ്ലാറ്റ്ഫോമേ കാണുന്നുള്ളൂ. ശരിക്കും 7 എണ്ണം ഉണ്ടാവും. തുടങ്ങി കേട്ടോ. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗമദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം വാചാമഗോചരമനേകഗുണസ്വരൂപം വാഗീശ വിഷ്ണുസുരസേവിതപാദപീഠം वामेण विग्रहवरेण कलत्रवन्तं वाराणसीपुरपतिं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भूताधिपं भुजगभूषणभूषिताङ्गम् व्याघ्राजिनाम्बरधरं जटिलं त्रिनेत्रं पाशाकुशाभयवरप्रदशूलपाणिं वाराणसीपुरपतिं भज विश्वनाथं सीतां सुशोभितकिरीटविराजमानम् फालेक्षणानडविशोषितपञ्चबाणम् नागादिपारचितभासुरकर्णपूरम् वाराणसीपुरपतिं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं पादपीठं वामेण विग्रहवरेण कलत्रवन्तं वाराणसीपुरपतिं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भज विश्वनाथं भूताधिपं भुजगभूषणभूषिताङ्गम्
वरदरं जटिलं त्रिनेत्रम् पाशाकुशाभयवरप्रदशूलपाणिम् वाराणसीपुरपतिं भज विश्वनाथम्। वाराणसीपुरपतिं भज विश्वनाथम्। तेजोमयं सगुणनिर्गुणमद्वितीयम् आनन्दखण्डमपराजितमप्रमेयम् नागात्मकं सकलनिष्कळमात्मरूपम् वाराणसीपुरपतिं भज विश्वनाथम्। भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम्। Well, that was Shayanarthi for you. That means a lullaby for Shiva. If this is what it takes to put him to sleep, imagine what it takes to wake him up. But his problem is he's too awake. Putting him to sleep is difficult. Waking up, no problem. Not like that. Putting you to sleep is a problem. Waking you up is never a problem. Once this happens, you're lit. भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम् भज विश्वनाथम्। ആണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം. അതാണ് ഇപ്പോൾ ഡിസ്പ്യൂട്ടായി കിടക്കുന്നത്. അവിടെ ബോർഡർ ചെയ്ത് വെച്ചിരിക്കുക. അത് കണ്ടോ? ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കാശി വിശ്വനാഥനെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഉള്ളിലാണ്. ഗൂഗിളിൽ നിന്നുണ്ടെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഗംഗ സൈഡിലേക്ക് പോകുമ്പോഴുള്ള സ്ട്രീറ്റ്സാണിത്. ഒരുപാട് കച്ചവടങ്ങളിവിടെ നടക്കുന്നുണ്ട്. കാശി ഇവിടെയുള്ള ബൃഹസ്പതി മന്ദിർ, ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ? ഈ ഒരു കളറാണ്. നമ്മൾ ജയ്പൂരിലൊക്കെ ഉണ്ടാവില്ലേ, പിങ്ക് സിറ്റി എന്ന് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറ് കണ്ടിരുന്നു. ആ ഒരു കളറാണ് ഇവിടെയുള്ള ദശാശ്വമേധ് ഘട്ട്. ഇവിടെ എന്തൊക്കെയോ പണിയും നടക്കുന്നത് കാണാം. എന്തായാലും ഗംഗാതീരെത്തി. ഇന്ന് അമാവാസി ആയതുകൊണ്ട് ഒരുപാട് പേര് ബലിതർപ്പണം ചെയ്യാനിവിടെ വരുന്നുണ്ട്. മഹാലയ അമാവാസിയാണിന്ന്. നമുക്ക് സത്യം പറഞ്ഞാൽ വഴി തെറ്റി. വേറെ വഴി കൂടെ ഇനി തിരിച്ച് നടക്കണം. ഈ ഒരു മരം കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഈ തിക്കിനും തിരക്കിനും ഇടയിൽ. ഇവിടെയുള്ള ആദി അന്നപൂർണ ദേവി ക്ഷേത്രം ആണ് കാശിയിലുള്ള. ഇത് കണ്ടില്ലേ, ഇതാണ്
ആദി അന്നപൂർണ മന്ദിർ. ഫുള്ള് എന്താ പറയുക, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ കേട്ടോ. ഇടയിൽ ഒരുപാട് വഴികളും. അങ്ങനെയാണ് ഇവിടെ കാശിയിൽ എല്ലാം. ബിൽഡിങ്ങും കടകളും അമ്പലവും എന്താണെങ്കിൽ ശരി. എന്തല്ലേ. ഇതാണ് ഇവിടെയുള്ള കാശി വിശാലാക്ഷി പീഠം. ഒരു ശക്തിപീഠമാണ് കേട്ടോ. അത് 51 ശക്തിപീഠങ്ങളിൽ ഒരെണ്ണമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. മാ കാശി വിശാലാക്ഷി മന്ദിരം ചുറ്റി ഇതാ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് 1. ഇതാണ് ഗേറ്റ് 1. പക്ഷേ ഉള്ളിലേക്ക് ഫോണും ക്യാമറയൊന്നും അലൗഡ് അല്ല. അവിടെ കാശി വിശാലാക്ഷി ക്ഷേത്രത്തിലും ക്യാമറ അലൗഡ് ആയിരുന്നില്ല. വിശാലാക്ഷി ക്ഷേത്രത്തിലാണ് ദേവിയുടെ, സതീദേവിയുടെ കണ്ണ് വന്ന് വീണത് എന്ന് പറയപ്പെടുന്നു. അതിനെപ്പറ്റിയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏതായാലും ഇതാണ് ഇവിടെയുള്ള ലളിത ഘാട്ട് ഭാഗം. ഓക്കെ, ഇതല്ലേ ഇത് രാമേശ്വർ ഭവൻ. ഇതാണ് ഈ അടുത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ എന്ന് പറയുമല്ലോ. ഫുൾ ഈ ഒരു ടൈപ്പാണ് ബിൽഡിങ്. എല്ലാം നല്ല എയർപോർട്ട് ബിൽഡിങ് പോലെ ഉണ്ട്. ഒരിക്കലും ഒരു അമ്പലത്തിൻ്റെ ആ ഒരിത് തോന്നിക്കുന്നില്ല. ഇതൊക്കെ പിന്നെയും തോന്നിക്കും, പക്ഷെ മറ്റേതൊക്കെ പ്ലെയിൻ ബ്ലോക്സ് പോലെ അല്ലേ. ഫുൾ ലുലു മോള് പോലെ ഉണ്ട് കാണാൻ. ആ ഒരു രീതിയിലാണ് ഫുൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഏതായാലും എല്ലാം നടന്ന് കാണാം. ഇത് ഭാരത് മാതാ മന്ദിരാണ്. സോംനാഥ് ഭവൻ. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് മഹാലയ അമാവാസ്യ ആയതുകൊണ്ട് ഒരുപാട് പേര് പിതൃതർപ്പണം ചെയ്യാൻ വേണ്ടി ഗംഗാതീരത്ത് വരും. അങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടായിട്ട് മണികർണിക ഘട്ട്. അവിടെയാണ് മൃതശരീരങ്ങളൊക്കെ ദഹിപ്പിക്കുക. ഓക്കെ, എല്ലാം നമുക്ക് പതുക്കെ നടന്നൊന്ന് കാണാം. ഇവിടെ ഒരു ആദിശങ്കരൻ്റെ പ്രതിമയും നമുക്ക് കാണാം. ആദിശങ്കരാചാര്യർ. ല്ലേ നല്ലൊരു വ്യൂ ആണ് കാശി. അല്ലേ, ഇപ്പോൾ വെള്ളം നിറഞ്ഞൊഴുകുന്നതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. ശരിക്കും ഇത്ര വെള്ളം ഉണ്ടാവാറില്ല. നമുക്കിത് കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കാൻ പറ്റും. പക്ഷേ ഇപ്പം വെള്ളം നിറഞ്ഞതുകൊണ്ട് ഓരോ ഘാട്ടിൽ നിന്ന് ഒരു ഘാട്ടിലേക്ക് പോകണമെങ്കിൽ റോഡ് മാർഗം ചുറ്റി വരേണ്ട അവസ്ഥയാണ്. ഇവിടെ കണ്ടില്ലേ ഒരുപാട് പേര് പിതൃതർപ്പണം ചെയ്യുന്നത് കാണാം. ഞാൻ പറഞ്ഞതുപോലെ കാണുന്നതാണ് കാശിയിലെ മണികർണിക ഘാട്ട്. ഓരോ നിലയിലും ഏതൊക്കെയോ മനുഷ്യ ശരീരങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയിട്ടൊന്നും ഫോട്ടോ എടുക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഏതൊക്കെയോ ശരീരങ്ങൾ കത്തിത്തീരുന്നുണ്ട്, കത്തിത്തുടങ്ങുന്നുണ്ട്. മണികർണിക ഘട്ട്. ഏതായാലും നമുക്ക് പതുക്കെ ഇവിടുന്ന് നടക്കാം. ഇത് അവിടുന്ന് ഗംഗയുടെ തീരത്തൂടെ നടക്കുമ്പോൾ കാണാൻ കഴിയുന്ന ക്ഷേത്രങ്ങളാണ്. ഇവിടെ ഒരു നേപ്പാളി ക്ഷേത്രമുണ്ട് എന്ന് ബോർഡ് കണ്ടിരുന്നു. അത് ഈ കാണുന്നത് കേട്ടോ. കാണുമ്പോൾ തന്നെ കാണാം. നമുക്ക് ആ ഒരു കാണുമ്പോൾ തന്നെ അറിയാം. ആ ഒരു കൺസ്ട്രക്ഷനിലെ വ്യത്യാസം കണ്ടില്ലേ. ഒരു നേപ്പാളി സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. മറ്റ് ബിൽഡിങ്ങുകളും ചേർന്ന് കാണാം. അല്ലേ, നമുക്ക് ഉള്ളിൽ കാണാം കാശി വിശ്വനാഥൻ്റെ കൊടിമരമൊക്കെ. ഇവിടുന്നേ കാണുള്ളൂ. അടുത്തോട്ട് ചെല്ലുമ്പോൾ അത് കാണാൻ കഴിയില്ല. ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊക്കെ അമ്പലത്തിൻ്റെ ഒരു മതിൽ പോലെ കേട്ടോ. ആദ്യത്തെ മതിൽ, രണ്ടാമത്തെ മതിൽ. ഇത് മതിലല്ല, ബിൽഡിങ്സ് ആണ്. അതിൻ്റെ അപ്പുറത്ത് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതല്ലേ, ഇതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളൊക്കെ ഗവൺമെൻറ് വലിയ വിലയ്ക്ക് വാങ്ങി കുറേ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു കളഞ്ഞു ഇതിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട്. ഞാൻ കേട്ടത് ഈ സ്ഥലത്തെ റേറ്റിനേക്കാളും വിചാരിക്കാത്ത റേറ്റ് കൊടുത്താണ് അവർ ഇതൊക്കെ വാങ്ങിയതെന്നാണ്. ഏതായാലും കുറേ നാളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഒരു 2012 ആ സമയത്തൊക്കെ ഉള്ളിലൂടെ ഏതൊക്കെയോ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇപ്പോൾ അത് ഫുള്ള് മാറ്റി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കാശി വിശ്വനാഥൻ വരാൻ പറ്റാത്തവർക്ക് ഇതാ ഈ കാണുന്നതാണ് ഇപ്പോഴുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം കേട്ടോ.
ഇത്രയും കാണാം, ഈ രണ്ട് ചുമരിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും കാണാം. ഇതല്ലേ, ഇതൊക്കെ പുതിയതായി ഉണ്ടാക്കിയത് കേട്ടോ. ഇതിവിടെ അമ്പലത്തിലേക്കുള്ള ഫ്രണ്ട് എൻട്രിയാണ്. നമ്മൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇത് കൂടെയാണ് കയറുക കേട്ടോ. കാശി വിശ്വനാഥൻ്റെ എൻട്രി. ഇങ്ങനെയൊക്കെ എനിക്ക് കാണിച്ചു തരാനും പറ്റുള്ളൂ, ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല. ഓക്കെ, എനിവേ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് അങ്ങനെ നടക്കാം പുറത്തേക്ക്. ഇല്ല, നമ്മൾ തൽക്കാലം ഇപ്പം വേറൊരു റോഡ്, സംഭവം കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ സ്ട്രോങ് ആണ്. മറ്റേതിനെക്കാളും കുറേ കൂടെ കട്ടിയുള്ള ഇതല്ല. ഈ റോഡ് മാറ്റിയിട്ട് കുറച്ചുകൂടെയും കട്ടിയുള്ള ഒരു റോഡാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഓക്കെ, ഏതായാലും വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടിയുടെ കോലം കണ്ടില്ല, ആകെ വൃത്തികെട്ട്. ഈ സീറ്റിൻ്റെ ഇത് ഞാൻ ഒട്ടിച്ചിരുന്നു തൽക്കാലം, പക്ഷെ അത് പോയി. സീറ്റ് റെഡിയാക്കണം, വണ്ടി മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കണം. പക്ഷേ എനിക്കിങ്ങനെ കാണാനേ ഇഷ്ടമല്ല.